നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള പുതിയൊരു അറിയിപ്പിലേക്ക്. നാളെ മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങി. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളും വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നാളെ മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഇതിനായി 1070 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നാളെ വൈകിട്ടോട് തന്നെ ഈ ഒരു തുക ലഭിക്കുകയും ചെയ്യും. എന്നാൽ കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വരും. സഹകരണ സംഘങ്ങൾ വഴിയാണ് കൈകളിൽ എത്തുന്നവർക്ക് ഈ ഒരു തുക ലഭിക്കുക. എന്നാൽ കൈകളിൽ ലഭിക്കുന്നവർക്ക് ആദ്യമേ തന്നെ ഈ ഒരു തുക ഒന്നിച്ച് ലഭിക്കുന്നതാണ്. അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് പതിവ് പോലെ തന്നെ ആദ്യം സംസ്ഥാന സഹായവും പിന്നീട് കേന്ദ്ര സഹായവുമാണ് ലഭിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ 1700 രൂപ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിന്നീടുള്ള കേന്ദ്ര സഹായം 300 രൂപ പിന്നീടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ കൈകളിൽ ലഭിക്കുന്നവർക്ക് ഒന്നിച്ച് തന്നെ 2000 രൂപ ലഭിക്കുകയും ചെയ്യും. സർക്കാരിന്റെ പ്രഖ്യാപന പ്രകാരം ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് നിലവിൽ നൽകുന്നത് 2000 രൂപയാണ്. അതിൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം. ഇത് ഘട്ടം ഘട്ടമായാണ് വർദ്ധിപ്പിക്കുക. അതായത് ആദ്യഘട്ടത്തിൽ 500 രൂപ, പിന്നീട് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഒരു 500 രൂപ. അത് ഇനിയൊരു 5 വർഷമുണ്ട്. ആ ഒരു 5 വർഷത്തിനുള്ളിലായിരിക്കും ഈ ഒരു തുകയുടെ വർധനവ് ഉണ്ടാവുക. ഉടനെയൊന്നും വർധനവ് പ്രതീക്ഷിക്കേണ്ടതില്ല. അടുത്ത ബജറ്റ് ഒക്കെ അവതരിപ്പിച്ചതിന് ശേഷമായിരിക്കും ആദ്യഘട്ടത്തിലുള്ള വർധനവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പിന്നീട് 2500 രൂപ വെച്ച് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുകയും ചെയ്യും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ ബക്രീദ് പ്രമാണിച്ച് സർക്കാർ ഒരു കിറ്റ് നൽകുന്നുണ്ട്. എന്നാൽ ഇത് സൗജന്യ കിറ്റ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. വിലക്കുറവിൽ നൽകുന്ന ഒരു കിറ്റാണ്. ഏകദേശം 1101 രൂപ വിലയുള്ള കിറ്റ് നിങ്ങൾക്ക് 850 രൂപയ്ക്ക് ലഭിക്കും. 10ഓളം ഉൽപ്പന്നങ്ങൾ ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കും. APL BPL വ്യത്യാസമില്ലാതെയാണ് നൽകുന്നത്. 26-ാം തീയതി വരെ മാത്രമേ ഇതിന്റെ വിതരണം ഉണ്ടാകൂ എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇതിൽ 3 കിലോ ബിരിയാണി അരിയുടെ ഒരു കിറ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ 1 കിലോ പഞ്ചസാര ലഭിക്കും. 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോഗ്രാം ശബരി അപ്പപ്പൊടി, 250 ഗ്രാം ശബരി ഗോൾഡ് ടീ, ശബരി മീറ്റ് മസാല 10 ഗ്രാം, അതുപോലെ തന്നെ ശബരി ഗരം മസാല 50 ഗ്രാം, ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിവയാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുക. ഈ ഒരു കിറ്റ് ലഭിക്കാൻ 2 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനോടകം തന്നെ കിറ്റ് കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് കിറ്റുകൾ ലഭ്യമാവുക. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, ഇന്ത്യൻ റോഡുകളിലെ വാഹനങ്ങളിൽ ഗണ്യമായ എണ്ണവും ഇൻഷുറൻസ് ഇല്ലാത്തവയാണെന്ന് റിപ്പോർട്ട്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രാജ്യത്ത് ഓടുന്ന വാഹനങ്ങളിൽ ഏകദേശം 44% ഇൻഷുറൻസ് പരിരക്ഷയില്ല. അതായത് 2-ൽ 1 കാറും ഇരുചക്ര വാഹനവും ഇൻഷുറൻസ് ഇല്ലാതെയാണ് റോഡുകളിൽ ഓടുന്നത്. പാർലമെന്റിൽ അവതരിപ്പിച്ച സർക്കാർ ഡാറ്റയിലാണ് ഈ ഒരു വിവരങ്ങളുള്ളത്. അപ്പോൾ തീർച്ചയായും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്ലെയിമുകളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതല്ല. അതിനാൽ തന്നെ എല്ലാ വാഹനങ്ങളും ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രം നിരത്തിലിറക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഓരോ കുടുംബങ്ങളും എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ്. സംസ്ഥാനത്ത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു സഹായം എവിടെ നിന്ന് ലഭിക്കും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് പലരും ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് വീഴുന്നത്. ലോൺ ക്ലോസ് ചെയ്ത് തുക വർദ്ധിപ്പിച്ച് നൽകാമെന്നുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുത്ത് സംസ്ഥാനത്ത് വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ലോൺ ലഭ്യമാക്കാമെന്നും ഇടപാടുകാരുടെ ബാങ്കുകളിൽ നിലവിൽ ക്ലോസ് ചെയ്ത ലോണുകളുടെ തുക കൂട്ടി നൽകാമെന്നും മറ്റു ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാമെന്നുമായിരുന്നു ഒരു തട്ടിപ്പു സംഘത്തിന്റെ പരസ്യം. ഇത് വിശ്വസിച്ചാണ് കൊട്ടാരക്കരയിലെ ഒരു വ്യക്തിക്ക് 7 സ്റ്റാർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിൽ വെച്ച് ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് 52,000 രൂപ കൈപ്പറ്റിയത്. ശേഷം പണം തിരികെ ലഭിക്കാതിരുന്നതോടെയാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഇതിന് സമാനമായിട്ടുള്ള പല രീതിയിലുള്ള തട്ടിപ്പുകളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.